ലൈഫ് മിഷൻ കോഴ കേസിൽ മുൻ സിഇഒ UV ജോസ് ചോദ്യം ചെയ്യലിനായി വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി. രണ്ടാം തവണയാണ് UV ജോസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത്. അതേസമയം കേസിൽ അറസ്റ്റിലായ യൂണിക് ടാക് MD സന്തോഷ് ഈപ്പനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, വീണ്ടും UV ജോസ്, ലൈഫ് മിഷൻ CEO UV ജോസ് ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട്. എപ്പോഴാണ് അദ്ദേഹം ഹാജരായത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അദ്ദേഹം ഹാജരായത്. ഇപ്പോൾ അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റിലായ യൂണിക് ടാക് MD സന്തോഷ് ഈപ്പനെ ഇന്ന് പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തെ മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് സന്തോഷ് ഈപ്പൻ അറസ്റ്റിലായത്. ചോദ്യം ചെയ്യാൻ വിളിച്ച ശേഷമായിരുന്നു ED ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വടക്കാഞ്ചേരിയിലെ പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് UAE റെഡ് ക്രസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.5 കോടി രൂപ സന്തോഷ് ഈപ്പൻ UAE കോൺസുലർ ജനറൽ, അതുപോലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ അടക്കമുള്ളവർക്ക് കോഴ നൽകിയെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് സന്തോഷ് ഈപ്പൻ. ഈ കേസിൽ കോഴയുടെ ഭാഗമായി 1 ലക്ഷം രൂപയിൽ അധികം വിലയുള്ള 4 ഫോണുകൾ സന്തോഷ് ഈപ്പൻ വാങ്ങി സ്വപ്നയ്ക്ക് നൽകി. അതോടൊപ്പം തന്നെ മറ്റൊരു ഫോണാണ് ശിവശങ്കറിന്റെ പക്കൽ നിന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ളത്. സന്തോഷ് ഈപ്പൻ 6 കോടി രൂപ കോഴയായി നൽകിയെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നു. കേസിൽ M ശിവശങ്കറിനെ ED നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി PM രവീന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ എന്നിവരെ മുമ്പ് ED ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും സന്തോഷ് ഈപ്പനെ മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും പ്രത്യേക കോടതി, കലൂരിലെ പ്രത്യേക കോടതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. തുടർന്ന് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ നിന്നും തീരുമാനിക്കും. വ്യക്തമാണ്. ലൈഫ് മിഷൻ കോഴ കേസിൽ മുൻ CEO UV ജോസ് ചോദ്യം ചെയ്യലിനായി വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി. രണ്ടാം തവണയാണ് UV ജോസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ യൂണിക് ടാക് MD സന്തോഷ് ഈപ്പനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വിശദാംശങ്ങൾ അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.